പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കാറുണ്ട് കോണ്ടന്റ് മാർക്കറ്റിംഗ് അതൊരു ന്യൂജൻ ടെർമിനോളജി അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് യുവർ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇസ് ദ കീ ടു സക്സസ് ഓഫ് യുവർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. നിങ്ങളെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിനെ മനസ്സിലാക്കലാണ് ആദ്യത്തെ പരിപാടി. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വേർ യുവർ ഓഡിയൻസ് ഇസ് പ്രസൻറ്റ്. നിങ്ങളുടെ ഓഡിയൻസ് എവിടെയാണ് പ്രസൻറ്റ് ആവണത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഹായ്, ഐ എം നതാഷ, യുവർ കോണ്ടന്റ് മാർക്കറ്റിംഗ് കോച്ച്. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നപ്പോഴാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ടെർമിനോളജി നമ്മൾ വളരെ വയബിളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കാറുണ്ട് കോണ്ടന്റ് മാർക്കറ്റിംഗ് അതൊരു ന്യൂജൻ ടെർമിനോളജി അല്ലേ. അല്ല, കോണ്ടന്റ് മാർക്കറ്റിംഗ് അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലേറ്റ് 1895 തൊട്ട് തന്നെ കോണ്ടന്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അറിയാമായിരുന്നു. കോണ്ടന്റ് മാർക്കറ്റിംഗ് വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ ഡെറെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രികൾച്ചറൽ മാഗസീൻ ഉണ്ട്, ദ ഫെറോ. അതായിരുന്നു ആദ്യമായിട്ട് നമ്മൾ മുന്നിലോട്ടേക്ക് എത്തിയിരുന്നുണ്ടായിരുന്ന ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് പീസ് ഓഫ് കോണ്ടന്റ്. പിന്നീട് റേഡിയോയിലായിരുന്നു കൂടുതൽ ആൾക്കാരും അവരുടെ കണ്ടന്റുകൾ നമ്മുടെ അടുത്തേക്ക്, അതായത് ഓഡിയൻസിൻ്റെ അടുത്തോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെലിവിഷൻ വന്നു. 2000 അതായത് 2000s കൂടുതലായിട്ടും നമ്മൾ ഗൂഗിൾ, യാഹൂ, ബിങ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അതായത് ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മൾ ടെലിവിഷനും റേഡിയോനും ഒക്കെ മാറ്റി നിർത്തി. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ അകത്തുള്ള വീഡിയോസുകളും പോഡ്കാസ്റ്റുകളും ഇമേജസുകളും ഒക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും പ്രിയപ്പെട്ടതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഇതിലും കൂടുതലായിട്ടുള്ള ഒരുപാടധികം ഫോർമാറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി വെൻ ഇറ്റ് കംസ് ടു ഫോർമാറ്റ്സ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഫോർമാറ്റ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ ഓഡിയൻസ്. യു ഹാവ് ടു നോ യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ കോണ്ടന്റ് മാർക്കറ്റിംഗ് വളരെ വൃത്തിക്ക്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെയിൽസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പ്രസൻ്റ്ലി നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഫോർമാറ്റ്സുകളുണ്ട്. അതായത് കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നമ്മളെല്ലാവരും പല രീതിയിലുള്ള ഫോർമാറ്റ്സുകളാണ് യൂസ് ചെയ്യാറ്. ബ്ലോഗ്സ്, ആർട്ടിക്കിൾസ്, ഇൻഫോഗ്രാഫിക്സ്, വീഡിയോസ്, പോഡ്കാസ്റ്റ്, പോസ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, സ്ട്രീമിംഗ് മീഡിയാസ്, forums, case studies, memes and testimonials. So, understanding your audience എന്ന് പറയുന്നത് is the key to success of your marketing campaigns. നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിനെ മനസ്സിലാക്കലാണ് ആദ്യത്തെ പരിപാടി. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓഡിയൻസിനെ മനസ്സിലാക്കുക? ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ യു ഹാവ് ടു നോ ദിയർ ഏജ്, ലാംഗ്വേജ്, ലൊക്കേഷൻ, ഇൻട്രസ്റ്റ്, ഡെമോഗ്രാഫിക്സ്, സ്റ്റേറ്റ് ഓഫ് ലൈഫ്, അതായത് അവരുടെ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് അവരുള്ളത്, സ്പെൻഡിങ് പവർ, B2B ആണോ B2C ആണോ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അറിയണം, അവരുടെ വയസ്സ്, അവരുടെ ജോലി, അവരെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ വേണ്ട സകലമാന സാധനങ്ങളും നിങ്ങളുടെ ഓഡിയൻസിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ അവർക്ക് വളരെ സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പോരാ, ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, അവർ കൂടുതൽ സമയം ഏത് പ്ലാറ്റ്ഫോമിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലുള്ളത് ഒരു 2 BHK ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ ഓഡിയൻസ്, എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് അവൈലബിൾ ആവുന്ന പ്ലാറ്റ്ഫോംസ് മോസ്റ്റ്ലി ഫേസ്ബുക്കിലും OLXിലും ഒക്കെ ആയിരിക്കും. പകരം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ ആഡ് റൺ ചെയ്യണമെങ്കിൽ ഒരു കാരണവശാലും ഈ ആഡിനുള്ള ഒരു റിട്ടേൺ എനിക്ക് കിട്ടത്തില്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വേർ യുവർ ഓഡിയൻസ് ഇസ് പ്രസൻറ്റ്. നിങ്ങൾ ഓഡിയൻസ് എവിടെയാണ് പ്രസൻറ്റ് ആവണത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഓഡിയൻസിന് ഒരു ജേർണി സ്റ്റേജ് ഉണ്ട്. അതായത് നമുക്കറിയാം, ആദ്യം തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് എൻ്റെ ഓഡിയൻസിന് മുന്നിലോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ റെഡി ആവില്ല. സോ നമ്മളെപ്പോഴും പറയും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബയേഴ്സ് ജേർണി ഓഫ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ബയേഴ്സ് ജേർണി ഉണ്ട്. അതായത് ബേസിക്കലി 3 സ്റ്റേജുകളിലാക്കിയിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ജേർണി നമുക്ക് കണക്കാക്കാം. ആദ്യത്തേത് അവയർനെസ് സ്റ്റേജാണ്. അവയർനെസ് സ്റ്റേജ് എന്ന് പറയുമ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഓഡിയൻസ് ആദ്യമായിട്ട് വരുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ്. അതായത് നിങ്ങളൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് ഓഫ് കോണ്ടന്റ് ഓഡിയൻസിന് മുന്നിലോട്ടേക്ക് കാണിച്ചു കൊടുക്കുമ്പം ഒരു കാരണവശാലും അവർ കണ്ട് അപ്പം തന്നെ ബൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ നമ്മൾ പറയും ഈ അവയർനെസ് സ്റ്റേജിൽ നിങ്ങൾ ഓഡിയൻസ് എല്ലായ്പ്പോഴും ഒരു സ്ട്രേഞ്ചറാണ്. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഓഡിയൻസിനെ വിസിറ്റർ ആക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അവയർനെസ് സ്റ്റേജ് എന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേജ്, അതായത് കൺസിഡറേഷൻ സ്റ്റേജ്. കൺസിഡറേഷൻ സ്റ്റേജിൽ നമുക്കറിയാം ഓൾറെഡി ഇപ്പം നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് വിസിറ്റർ ആയിട്ടുണ്ട്.
വിസിറ്റേഴ്സിനെ നമുക്ക് ലീഡായിട്ട് മാറ്റണം. കൺസിഡർ ചെയ്യാണ് അവർ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും ഓഡിയൻസിന് കൺഫ്യൂഷൻസ് ഉണ്ടാവുക. കാരണം അവരെന്തോ ഒരു ആക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ലീഡായിട്ട് മാറിയത്. അതായത് ലീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുക. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ, ഫോർ എക്സാമ്പിൾ ഞാനൊരു കണ്ടന്റ് പബ്ലിഷ് ചെയ്തു എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ, അതായത് എൻ്റെ ബിസിനസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു കണ്ടന്റ് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് തൊട്ട് താഴെ അതിലൊരു ലൈക്കോ ഷെയറോ കമൻറ്റോ ഓഡിയൻസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു കൺസിഡറേഷൻ സ്റ്റേജിൽ നമ്മളെ വിസിറ്റേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് ലീഡായിട്ട് മാറുന്നു. അപ്പം മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനെ നമ്മൾ കൺവേർഷൻ സ്റ്റേജ് എന്ന് പറയും. ഈ കൺവേർഷൻ സ്റ്റേജിലാണ് എല്ലാ ലീഡ്സുകളും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് ദി ലീഡ്സിനെ നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ആസ് ഐ സെഡ് ഏർലിയർ, ഒരു ഓഡിയൻസിൻ്റെ ബയേഴ്സ് ജേർണിയിൽ 3 മെയിൻ സ്റ്റേജുകളാണ്: അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻ. ഈ 3 സ്റ്റേജിലും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഒരു കോണ്ടന്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പുതിയതായിട്ടുള്ളൊരു കണ്ടന്റ് റൈറ്റർ ആണെന്ന് വിചാരിക്കുക, അയാൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരുവിധ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, അവിടെ നിന്നല്ല ഏതൊരു കണ്ടന്റ് റൈറ്ററും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. ഇനി എന്തായിരിക്കും ഈ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങളുടെ അതേ സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ അതേ പ്രൊഡക്റ്റ് കൊടുക്കുന്ന വേറെ ഏതെങ്കിലും കമ്പനിയോ സർവീസ് സെൻറ്റേഴ്സിനോ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റഡി ചെയ്യുക. അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവർ ഏത് രീതിയിലാണ് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതലായിട്ടും കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രിക്റ്റ് അനാലിസിസ് ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം നിങ്ങൾക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി വീഡിയോ കണ്ടതിൽ താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ കണ്ടന്റുകൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് CDAയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.